guys, എല്ലാവർക്കും കവിസ്ഡ്രീംട്യൂബിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ക്ലോത്ത് വാർഡ്രോബ് വാങ്ങിയപ്പം അതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 10 to 20 ഡേയ്സിലൊക്കെ വരുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വാങ്ങിയതല്ലേ ഉള്ളൂ. പക്ഷെ എങ്കിൽ അതെങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് നിങ്ങളോടുകൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പം അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിനകത്തേക്ക് സാധനമൊക്കെ കടത്തിക്ക് വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 20 ഡേയ്സിൽ അല്ലെങ്കിൽ 25 ഡേയ്സിൽ എനിക്ക് പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും തോന്നിയില്ല. ക്ലോത്തിന്റെ കാര്യമായാലും ആ ഒരു റാക്കിലെ ക്ലോത്തിന്റെ കാര്യമായാലും എല്ലാം എനിക്ക് ഓക്കെ ആയിട്ടാണ് എന്നെ തോന്നുന്നത്. ഞാൻ വെയിറ്റ് ഒക്കെ വെച്ച് നോക്കി ഇപ്പോൾ വരെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മന്ത് കഴിഞ്ഞുള്ള റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഈ ഒരു കുറച്ച് ദിവസം കൊണ്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഏട്ടനാണ്. നിങ്ങൾക്ക് ഒരാളും കൂടെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് സമയം എടുത്തു കേട്ടോ, നല്ല സമയം എടുത്തു. ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. തന്നിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ നമ്പർ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സമയം എടുത്തു. അപ്പം ചെയ്ത് വരുമ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്തൊക്കെയാണ് അടുത്ത എവിടെ കണക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാളോട് ഹെൽപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു ക്ലോത്ത് വാർഡ്രോബ് ഞാൻ കുറെ റിവ്യൂ ഒക്കെ കണ്ടിരുന്നു. എങ്കിലും വാങ്ങിയ സമയത്ത് എനിക്കും കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ക്ലോത്തിൽ ഇതൊക്കെ സംഭവം നിൽക്കുമോ എന്നൊക്കെയുള്ള സംഭവം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ. ഓവറോൾ അത് ഇരിക്കുമ്പോൾ നല്ലതാണ്. നമുക്ക് കുറെ സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലാത്ത റൂമുകളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോ ഫുള്ള് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ. കാരണം എനിക്കിത് ഫിറ്റ് ചെയ്യാനും ഒക്കെ എടുക്കാനായിട്ടൊക്കെ പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ടനാണ് ഓരോന്ന് പരിചയപ്പെടുത്തി തരുന്നതും ഇത് റെഡിയാക്കി എടുക്കുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇത് സ്റ്റീൽ റോഡാണ് കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിലൊരു 70 എണ്ണം ഉണ്ടാവും സ്റ്റീൽ റോഡ് വന്നിട്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ പറയുന്നത് നെറ്റ് എന്നാണ്. അതായത് ഈ സ്റ്റീൽ റോഡിൽ ഈ ഒരു നെറ്റ് കണക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് തുണി ഒക്കെ വെക്കാനുള്ളൊരു റാക്ക് സെറ്റപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെറ്റാണിത്. ഇത് 14 എണ്ണം കാണും കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള എന്താ പറയുക, നമ്മൾ ഹാങ്ങർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഹാങ് ചെയ്തിടുമല്ലോ നമ്മുടെ ഡ്രസ്സൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 റോഡുകളാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതുപോലെയുള്ള കണക്ടേഴ്സുകളാണ്. അതിന് പല പേരാണ് കേട്ടോ. അതായത് എന്താ പറയുക, T ജോയിൻറ്റ്, ക്രോസ് ജോയിൻറ്റ്, സ്ട്രെയിറ്റ്, 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കണക്ടേഴ്സ് ഉണ്ട്. ഇത് വന്നിട്ട് 4 ആണ് കേട്ടോ. 4 എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 വേ ഉണ്ടാവും. നമ്മുടെ റോഡുകൾ കണക്ട് ചെയ്യാനായിട്ട് 4 വേ ഉണ്ടാവും. പിന്നെ താഴത്തെ ആ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള വാർഡ്രോബ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ്, താഴത്തെ ആ കാല് പോലുള്ളത്. ബാക്കിയെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ റോഡുകൾ കടത്തി, അതായത് നമ്മുടെ ആ കമ്പികൾ കടത്തി വിടാനുള്ള സ്പേസ് ആണ്, ആ ഹോളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് 3 എന്ന് പറയും. അതിന് 3 റോഡുകളെ കടത്തി വിടാനായിരിക്കും ഹോളുള്ളത്. ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പികൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ യൂസ് നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ഒരു നെറ്റ്. അതിലേക്ക് നമ്മളിങ്ങനെ സ്റ്റീൽ റോഡ് കടത്തി വിടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. എന്താ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അത് കടത്തി വിടാനായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഹോളിൽ കൂടെ നമ്മളങ്ങനെ കടത്തി വിട്ടാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോഡുകൾ, അതായത് ഈ സ്റ്റീൽ റോഡ്സ് നമ്മുടെ നേരെ വരുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മളിത് ഫിറ്റ് ചെയ്ത് ഒന്നേ കണക്ട് ചെയ്ത് അങ്ങനെ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യം അപ്പോൾ ഇതുപോലെ നമ്മൾ 3 എണ്ണം ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ ആ ഒരു നെറ്റും ആ ഒരു സ്റ്റീൽ റോഡും നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പൊസിഷൻ കണ്ടോ, അതായത് ഏട്ടൻ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ നേരെ, ഏട്ടൻ്റെ ഫേസിന് നേരെയാണ് അത് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റീൽ റോഡുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഫസ്റ്റ് വെക്കേണ്ടത്, അതായത് കോർണറിൽ വരേണ്ടത് ഈ പറയുന്ന പോലത്തെ 3 ആണ് കേട്ടോ. 3 തന്നെ കാലിന് ലെങ്ത്തുള്ള ഒരു കണക്ടർ ഉണ്ടാവും. അതായിരിക്കണം നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ഏറ്റവും കോർണർ പൊസിഷനിലായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ അതാ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു എഡ്ജസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ കണക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ കണക്ടറിൽ ഇനി സ്പേസ് ഉണ്ട്, ഹോളുണ്ട് റോഡ് കടത്തി വിടാനായിട്ട്. അപ്പം ആ സ്പേസിൽ കൂടി നമുക്ക് അടുത്ത ഒരു സ്റ്റീൽ റോഡും കൂടിയിട്ട് കടത്തി വിടാം. അപ്പോഴേ അത് ഫിറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്താ കണ്ടോ, ഇപ്പോൾ നല്ല നമ്മൾ വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു നെറ്റ് ഉണ്ടല്ലോ അതിനും കട്ടി തോന്നിക്കും നമ്മൾ ആ ഒരു സ്റ്റീൽ റോഡൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിനാണ് ഇങ്ങനെ 3-way 4-way എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 feet 4 feet എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു കണക്ടറുകൾ കൊടുക്കുന്നത്. അടുത്ത അപ്പം നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലുള്ള 4 feet വേണം. അതായത് നമ്മൾ ഇപ്പോൾ വെച്ച കമ്പിയെ കണക്ട് ചെയ്യണം, പിന്നെ മുന്നേട്ടേക്കും സൈഡിലേക്കും കണക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് 4 feet ഉള്ള കണക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കണക്ടർ വച്ചിട്ട് പിന്നെ ആ ഒരു സെൻറ്ററിൽ കൂടെ ഉള്ള കമ്പി കൊടുക്കുമ്പം ഒരു കട്ടി നമുക്ക് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അതിനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ കണക്ടറുകളുണ്ടല്ലോ അത് ഈ ക്രോസിനുള്ള കമ്പിയിൽ വെച്ചതിന് ശേഷം നമ്മളത് ഇതിലേക്ക് നമ്മുടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെറ്റ് പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കട്ടെ, പെട്ടെന്ന് കയറും. അതല്ല നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് എങ്ങനെ വെക്കണമെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം, പക്ഷെങ്കിൽ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. നമ്മളൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഈ ഫിഗറൊക്കെ നോക്കി ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സമയം എടുക്കുമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇതാ ഇപ്പോൾ നമ്മൾ ആ ഒരു 4 വശവും കവറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു റാക്ക് എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല കട്ടിയുണ്ട്. ഇനി അടുത്ത ആ ഒരു 4 wheel തന്നെ ഇനിയും ഒരു കമ്പികൾ കടത്തി വിടാനുള്ള ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് അടുത്ത കമ്പി കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ നെറ്റ് അത് കടത്തി വിടുക. ഇതുപോലെ നെറ്റ് നമുക്ക് കടത്തി വിടാനായിട്ട് ഹോൾ ഉണ്ടാവാനിട്ടില്ല, അതങ്ങോട്ട് കടത്തി വിടുക. നെറ്റ് എന്ന് ഇതിനെ പറയുന്നെങ്കിലും നെറ്റ് പോലെ ഇരിക്കുകയല്ല കേട്ടോ, അതൊരു ടൈപ്പ് ക്ലോത്താണ്, നമുക്ക് നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ 4 feet ആണ് കേട്ടോ വെക്കേണ്ടത്. അവിടെ അതായത് സെൻറ്ററിൽ വരുന്ന ആ ഒരു റാക്കിന് 4 സൈഡുമായിട്ട് വരുന്നത് 4 feet ആണ് കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം നമ്മൾ മറക്കാൻ നോക്കുക, എങ്കിലേ നമുക്ക് അടുത്തടുത്ത കമ്പികൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ആ ലാസ്റ്റിലത്തെ ആ ഒരു റാക്കിന് വേണ്ടിയിട്ടുള്ള നെറ്റൂടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ 4 feet അപ്പം ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ അടുത്ത നമ്മുടെ റോഡ് കടത്തി വിടാനായിട്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് അതായത് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ ആ ഒരു റാക്കിന് കോർണറിലായിട്ട് നമ്മൾ വെച്ചില്ലേ 3 feet, അതുപോലെ ഇവിടെയും റാക്ക് ഫുള്ള് നമ്മൾ 3 റാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഫൈനലി നമ്മൾ ആ ഒരു റോഡ് ക്ലോസ് ചെയ്യുന്നത് ഇതുപോലെ 3 feet കൊടുത്തിട്ടായിരിക്കും കേട്ടോ. അതായത് 3 feet എന്ന് പറയുമ്പോൾ 1-4 ആ ഒരു കമ്പി നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന കമ്പി കണക്ട് ചെയ്യാൻ, മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടലി വരുന്ന കമ്പി കണക്ട് ചെയ്യാൻ, ഇനി ഒരു പോർഷൻ മുകളിലേക്ക് കമ്പി കണക്ട് ചെയ്യാൻ. അതായത് ഇപ്പം നമ്മളത് അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാനത് ക്യാമറയ്ക്ക് നേരെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ 3 റാക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നമുക്ക് അലമാരയുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് പോർഷനിലായിരിക്കണം ഈ ഒരു റോഡ് അതായത് കമ്പികൾ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എല്ലായിടവും നമ്മളിതുപോലെ നമ്മുടെ സ്റ്റീൽ റോഡുകൾ കണക്ട് ചെയ്യുക. അതായത് മുകളിലേക്ക് സ്റ്റീൽ റോഡ് കണക്ട് ചെയ്യാൻ ഈ കണക്ടറിൽ പ്ലേസ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഈ ഒരു സ്റ്റീൽ റോഡ് എല്ലാം തന്നെ കണക്ട് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അത് കണക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 feet വേണം. നമ്മൾ നടുക്കുള്ള 4 കമ്പികളുണ്ടല്ലോ, അത് സെൻറ്ററിലെ റാക്കിലിരിക്കുന്ന 4 കമ്പികളും നമ്മൾ 4 feet വേണം വെക്കാനായിട്ട്. 3 feet വന്നിട്ട് നമ്മുടെ എഡ്ജസിലിരിക്കുന്ന കമ്പികളിൽ വെക്കാനായിട്ട് നമുക്ക് 3 feet വേണം വെക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞങ്ങളിതിന് ചരിച്ച് നമുക്ക് എവിടെയാണോ വശം കിട്ടുക അതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. ഇത് ഒടിഞ്ഞും പിടിച്ചും ഒന്നും പോകത്തില്ല, അത്യാവശ്യം കട്ടിയുള്ള സംഗതി തന്നെയാണ്. അപ്പം നമുക്ക് ഹസ്ബൻഡിൻ്റെയോ ബ്രദറിൻ്റെയോ ഫാദറിൻ്റെയോ ഒക്കെ ഒരു ഹെൽപ്പ് കിട്ടണ കുറച്ചും കൂടെ നല്ലത്. ഗേൾസിനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പറ്റാത്തതിൻ്റെ പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഒരാളുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും. നമ്മൾ തന്നെ ചെയ്യണം, കുറച്ച് താമസം എടുക്കും. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയാണ്, അതാണ് ഞാൻ പ്രത്യേകം കാണിച്ചത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്രോസിന് വരുന്ന കമ്പികളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഫസ്റ്റിൽ തന്നെ അങ്ങ് പ്ലേസ് ചെയ്തിട്ട് പിന്നീട് ഈ ഒരു നെറ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത റോഡ്സുകൾ കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതിൻ്റെ പേരിൽ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് നമ്മുടെ ക്രോസിന് വരുന്ന കമ്പികൾ വെച്ചതിന് ശേഷം സ്റ്റീൽ റോഡുകൾ ബാക്കി ഇതുപോലെ നെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഹോൾസിലേക്ക് കടത്തി വിടുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
അപ്പം ഇതാ അങ്ങനെ നമ്മൾ അത്രയും കാര്യം ചെയ്തെടുത്തു. അപ്പം നമ്മൾ സെക്കൻഡ് റാക്കും ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയും അറ്റത്തിരിക്കുന്ന 2 റാക്കിൽ പ്രത്യേകിച്ച് പണിയില്ല. സെൻറ്ററിലിരിക്കുന്ന റാക്ക് നമ്മൾ കവർ ചെയ്യണം. കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ ജസ്റ്റ് അങ്ങ് അടുക്കി അങ്ങ് വെച്ചു കമ്പികൾ. പക്ഷെങ്കിൽ പിന്നെ ഓർത്തത് നമുക്ക് ഇതിൻ്റെ ഇമേജ് നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാവില്ല, അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സൈഡിലും കവർ ചെയ്യണം. ഈ ഒരു നെറ്റ് സൈഡിലും കവർ ചെയ്യണം. എന്താണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ സൈഡിലും കവർ ചെയ്യണം. അപ്പം നിങ്ങൾക്കത് വെക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ ഈ സ്റ്റീൽ റോഡുകൾ ജോയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു നെറ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് എന്താ നമ്മളിങ്ങനെ ഇനി ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടോ. നമുക്ക് ആ ഒരു റാക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ അതായത് നമുക്ക് ആ റാക്ക് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻറ്ററിലും നമ്മളിങ്ങനെ ക്ലോത്ത് ആ ഒരു നെറ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അതിനുള്ളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന തുണിയൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെ ഒരു റോയും കൂടെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അത് ഇതുപോലെ സൈഡിൽ നമ്മൾ ക്ലോത്ത് കൊണ്ടിട്ട് ഇങ്ങനെ മറച്ചിട്ടാണ് അടുത്ത സൈഡിൽ 2 സൈഡിലും ക്ലോത്ത് കൊണ്ട് മറച്ചിട്ടാണ് നമ്മളങ്ങനെ റാക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മളങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്. അത് വന്നിട്ട് നമുക്ക് 8 എണ്ണമാണുള്ളത്. അതിങ്ങനെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണം 2 സൈഡിലായിട്ട് നമ്മളിങ്ങനെ സ്റ്റീൽ റോഡ്സ് മേലോട്ട് അടുക്കി വെക്കാനായിട്ട്. അത് നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്തിടാനുള്ള പോർഷനാണ് ഡ്രസ്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകിച്ച് നമ്മൾ റാക്കൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടേക്ക് നമുക്കിതുപോലെ സ്ട്രെയിറ്റ് യൂസ് ചെയ്ത് കമ്പികളിനെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇച്ചിരി നേരം മെനക്കെടണം അത്ര തന്നെ. ഒരാൾ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സെൻറ്ററിൽ വരുന്നിടത്ത് 4 ഫീ കൊടുത്ത്, അപ്പം നമ്മൾ 4 ഫീ കൊടുക്കുക 2 ഫീ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ ഒരു സ്റ്റീൽ റോഡ് പോയി കഴിഞ്ഞാൽ അടുത്തത് എങ്ങോട്ട് പോകണം, അടുത്തത് എവിടെ വെക്കണമെന്ന് നമുക്ക് മുകളിലേക്ക് വെച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. അപ്പം ബേസ് ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു, അത് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഹാങ് ചെയ്തിടാവുന്ന ആ പോർഷൻ അങ്ങനെ നീളത്തിൽ കൊടുത്തേക്കുന്നതിനുള്ള കാര്യം നമുക്കെല്ലാം ഹാങ് ചെയ്തിടാം. കുറേ കാര്യങ്ങൾ ഹാങ് ചെയ്തിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് വീഡിയോ എടുത്തു, ഇനി പിന്നെ ഞാൻ അതിൽ അടുക്കി വെക്കുന്നതിന് വീഡിയോ എടുത്തു. പക്ഷേ ഈ റിവ്യൂ ഞാൻ ചെയ്യുന്നത് ഒരു 20 ഡേയ്സൊക്കെ 25 ഡേയ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റായി പോയത്. ഇത് നമുക്ക് ഓവറോൾ ഉള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ഉള്ളിൽ വെക്കുന്ന ആ ഒരു മെറ്റീരിയലിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ടില്ല. കാരണം നമ്മളിനി കുറേ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ 20 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെയൊക്കെ റിവ്യൂ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അതിന് ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് ടോട്ടലായിട്ടുള്ള റിവ്യൂ പറയട്ടെ. ഇപ്പം വാങ്ങിച്ചതിലും കണക്ട് ചെയ്തതിലും യൂസ് ചെയ്തതിലും ഒക്കെ വെച്ചിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ബെസ്റ്റാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പം ഇത് താഴെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു കുറച്ച് പിടിച്ച് കെട്ടാനായിട്ട് കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒക്കെ പിടിച്ചൊന്ന് ജസ്റ്റ് കെട്ടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓവറോൾ വാർഡ്രോബ്, നമ്മുടെ ക്ലോത്ത് വാർഡ്രോബ് റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് തുണിയൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ. അത് റൂമിലൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നത്. അപ്പം ഞാൻ എന്നും വന്ന് എടുക്കാത്ത കുറേ തുണികൾ എൻ്റെ കബോർഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇവിടോട്ട് എടുത്ത് വെക്കാമല്ലോ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറൊരു അലമാരയുണ്ട്, അതിലാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിലോട്ട് മാറ്റാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതിനായിട്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ ആ ഒരു സിബ് ഓപ്പൺ ചെയ്തിട്ട് അതിങ്ങനെ മുകളിൽ കൊളുത്തി വെക്കാം. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മുകളിലോട്ട് ഇട്ട് കാണിച്ചു, അങ്ങനെ നമുക്ക് ഇടാം. അത്യാവശ്യത്തിനാണെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ കൊളുത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് സാരിയും കാര്യങ്ങളൊക്കെ വെക്കണം. ഞാൻ എന്താ കണ്ടോ വെയിറ്റ് ഉള്ളതും എല്ലാ സാരിയും കുറേ വെച്ചു കേട്ടോ. പക്ഷേങ്കിൽ എനിക്കത് താപ്പോട്ട് വരുന്നതായിട്ടൊന്നും തോന്നിയില്ല. നല്ല കറക്റ്റായിട്ടിരുന്നു. ഹാങ് ചെയ്തിട്ടു കുറേ തുണികളൊക്കെ. എൻ്റെ കയ്യിൽ അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ അവിടെ ഇട്ടു. ബാക്കിയെല്ലാം ലെങ്ത് ടോപ്പാണ്. ലെങ്ത് കൂടിയ ടോപ്പ് ഇടുമ്പോൾ അത് താഴെ വരെ മുട്ടും. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്.
ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ ഇതിനകത്തേക്ക് കാര്യങ്ങളൊക്കെ വെക്കുന്നത് നിങ്ങളോടുകൂടി കാണിക്കാമെന്ന് വെച്ചു. എനിക്ക് നോക്കിയിട്ട് ഈ പ്രോഡക്റ്റ് അടിപൊളിയായിട്ടാണ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നോക്കി വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഫോൾഡബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സംഗതികളൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രാഫ്റ്റ് റൂം ഓർഗനൈസിൻ്റെ സമയത്ത് ഒരു ഓർഗനൈസർ കൊടുത്തിട്ടില്ല, അതിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം, വേണമെന്നുള്ളവർ വാങ്ങി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലെയുള്ള സംഗതികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടുത്തേക്ക് വീഡിയോ എത്തിയാൽ മാത്രമല്ലേ അവർക്ക് വാങ്ങിക്കാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കുറേ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.